എന്റെ സംഘടന ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായി ആ ചർച്ചയിൽ പങ്കെടുക്കണം, നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രകാരം ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഞാൻ നയരൂപീകരണ സമിതിയുടെ ഭാഗമായിട്ടിരിക്കുകയാണെങ്കിൽ അടുത്ത മീറ്റിംഗ് ഫെഫ്ക ആയിട്ടാണ്. എനിക്ക് എന്ത് നിലപാടെടുക്കാൻ പറ്റും? എനിക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാനേ പറ്റൂ. എനിക്ക് എന്റെ സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നിലപാട് സ്വീകരിച്ചത്. നയരൂപീകരണ സമിതി ഈ അവസാന മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോ ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഇതിന്റെ ഡാറ്റ കളക്ഷനും ഈ പോളിസിയുടെ മെയിൻ ഡ്രാഫ്റ്റിംഗും നടത്തുന്നത്. അവരുണ്ടായിരുന്നു ആ മീറ്റിംഗ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ചേർന്ന ചർച്ചയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ ആശങ്കകൾ പറഞ്ഞു. തുടർന്ന് ഈ റെഗുലേറ്ററി അതോറിറ്റി മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ ഞങ്ങൾക്ക് ഉണ്ട് ഈ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നയരൂപീകരണ സമിതിയിൽ ഈ ഒരു നയരൂപീകരണ സമിതിക്ക് ഇനി അങ്ങോട്ട് പോളിസിയിൽ എന്തെങ്കിലും ചെയ്യാൻ റോളുകളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ സംഘടനകളെയും കേൾക്കുകയാണ് ചെയ്യുന്നത്. സംഘടനകളെ കേട്ടിട്ട് ആ എക്സ്റ്റേണൽ ഏജൻസി ഒരു ഡാറ്റ ഉണ്ടാക്കുകയും അവരൊരു പോളിസി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് സംഘടനകൾക്ക് കൈമാറിയിട്ട് സംഘടനകൾ അതിന്റെ ഭേദഗതി വരുത്തുകയും ചെയ്യാനുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെയാണ് അടുത്തത് കേൾക്കുന്നത്, സാങ്കേതിക പ്രവർത്തകരെയും തൊഴിലാളികളെയുമാണ്. അപ്പൊ എന്റെ സംഘടന ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായി ആ ചർച്ചയിൽ പങ്കെടുക്കണം, നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രകാരം ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. എന്നെ ആ സമിതിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ കത്തയച്ചിട്ടുണ്ട്. ഒരു സിറ്റിങ്ങിനായിട്ട് മാത്രം ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പം ഇന്ന് എനിക്ക് ഈ ഫെഫ്കയുടെ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് അതോറിറ്റി, റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ള ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അതെന്താണെന്നറിയോ, ഈ തർക്ക പരിഹാരത്തിന് ഇപ്പൊ നമുക്ക് ആർബിട്രേഷനുണ്ട്. ഇപ്പൊ തർക്ക പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും ഒക്കെ കൂടിയാണ് തർക്ക പരിഹരിക്കുന്നത്. ഒരു തർക്കമുണ്ടായി. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അതോറിറ്റി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സിനിമ റിലീസ് ആകുമോ എന്നുള്ളതിനെ കുറിച്ച് പോലും സംശയമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. ആ വ്യക്തത വരുത്തണമെങ്കിൽ വളരെ കണിശതയോടുകൂടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആണ് ഈ തീരുമാനം എടുത്തത്. ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും എന്നെ ആ കമ്മിറ്റിയിൽ നിലനിർത്തിയ സർക്കാരിനോട് വലിയ നന്ദിയും സ്നേഹവുമുണ്ട്. അപ്പോൾ ഈ സംഘടന ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ അത് അറിയിക്കാൻ നിർബന്ധിതനായി. പക്ഷെ ആരോപണമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് സർക്കാരിന്റെ നിലപാടിൽ വന്നല്ലോ. ഞാൻ കഴിഞ്ഞ കമ്മിറ്റിയിൽ അങ്ങനെയാണ് പങ്കെടുക്കില്ലല്ലോ. ആരോപണം വന്നിട്ടല്ലേ ഞാൻ കഴിഞ്ഞ കമ്മിറ്റിയിൽ പങ്കെടുത്തത്. കഴിഞ്ഞ കമ്മിറ്റിയിലാണ് ഈ എക്സ്റ്റേണൽ ഏജൻസി ആരോപണവുമായി ബന്ധപ്പെട്ട് മറ്റു പലരെ ഒഴിവാക്കിയപ്പോഴും ഉണ്ണികൃഷ്ണൻ ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. അതെ, ഞാൻ അംഗീകരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ സമിതിയിൽ ഞാൻ പങ്കെടുക്കുന്നത്? കഴിഞ്ഞ സമിതി ഞാൻ പങ്കെടുത്തു. കഴിഞ്ഞ സമിതി പങ്കെടുത്തപ്പോഴാണ് ഈ ഡെവലപ്മെന്റുകൾ ഉണ്ടായത്. എന്റെ സംഘടനയെ പറയുമ്പോൾ സംഘടനയാണ് എന്നോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ തന്നെ നോക്കൂ, ഞാൻ നയരൂപീകരണ സമിതിയുടെ ഭാഗമായിട്ടിരിക്കുകയാണെങ്കിൽ അടുത്ത മീറ്റിംഗ് ഫെഫ്ക ആയിട്ടാണ്. എനിക്ക് എന്ത് നിലപാടെടുക്കാൻ പറ്റും? എനിക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാനേ പറ്റൂ. എനിക്ക് എന്റെ സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നിലപാട് സ്വീകരിച്ചത്. തീരുമാനം അറിയിച്ചു 2 ദിവസമായി. മറുപടി ഒന്നുമില്ല. അത് പിന്നെ നമ്മുടെ തീരുമാനം. നല്ല തീരുമാനം.